അരുംകൊലകൾ നിത്യേന ആവർത്തിക്കുന്ന നമ്മുടെ നാട്ടിൽ സ്വന്തം അനിയത്തിയെ ചുട്ടുകരിച്ച ഒരു സഹോദരി തന്റെ ഭാര്യയുടെ ചേച്ചിയെ സ്വന്തമാക്കുന്നതിനു വേണ്ടി കാലങ്ങളായി തന്റെ ഭാര്യയെ നിശബ്ദയാക്കുകയും അതിലൂടെ അതിക്രൂരമായി കൊല ചെയ്യുകയും ചെയ്തു. പുതിയ കാലത്തിന്റെ കുറ്റകൃത്യങ്ങളിൽ പുത്തനേടുകൾ എഴുതിവെച്ച രാധികയും വരുണും ഏതാനും നിമിഷങ്ങൾക്കകം നിയമവ്യവസ്ഥയുടെ മുന്നിലേക്ക് എത്തുന്നു. ഇവരെന്തൊക്കെയായി പറയുന്നേ? ചെറിയച്ഛൻ അവരോട് സംസാരിക്കാൻ പറ്റില്ലേ? ഇതൊക്കെ ആളുകൾ കാണുന്നതല്ലേ? തടയാനോ തർക്കിക്കാനോ ചെന്ന അവരുടെ ആക്രമണം ഇരട്ടിക്കും. വീണ് കിട്ടുന്ന വാർത്തകളോട് മാത്രം ജീവിച്ചു പോകുന്ന വർഗങ്ങളാ. അവർക്ക് മനുഷ്യരുടെ വിഷമം അറിഞ്ഞൂടാ. കുരയ്ക്കുന്നവർ കുരയ്ക്കട്ടെ. വരുണിനും രാധയ്ക്കും ജാമ്യം കിട്ടിക്കഴിയുമ്പോ ഈ റിപ്പോർട്ട് പറയുന്നവര് തന്നെ അതൊക്കെ മാറ്റി പറയുകയും ചെയ്യും. അതുവരെ അവര് പറയട്ടെ. ഇതാ വരുണിനെയും രാധികയും കോടതിയുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നമുക്ക് കാത്തിരിക്കാം എന്താണ് കോടതിയുടെ വിധിയെന്ന്. ക്രൂരതയുടെ രണ്ട് മുഖങ്ങൾ, വരുണും രാധികയും. സ്വന്തം അനുജത്തിയെ പച്ചയ്ക്ക് തീ കൊളുത്തി അവസാനിപ്പിച്ചിട്ട് പോലും കുറ്റബോധത്തിന്റെ ഒരു ലാഞ്ചന പോലും ഇല്ലാതെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഈ രാധികയാണ് ഇന്നത്തെ സമൂഹത്തിന്റെ ക്രിമിനൽ വാസനയുടെ യഥാർത്ഥ മുഖം. ഈ ക്രൂരതയൊക്കെ കാണിച്ചിട്ട് ഞങ്ങളോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല മിസ്റ്റർ. നിങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ആ പാപത്തിനെ കൊല്ലേണ്ട കാര്യമുണ്ടായിരുന്നു. പക്ഷേ